ഹായ് എവരിവൺ, AKR പീസ് ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിവിൽ പോലീസ് ഓഫീസർ എക്സാമിൻ്റെ ഭാഗമായിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ സെറ്റ് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. GKയും മലയാളവും പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടി ചേർത്തുള്ള 50 ക്വസ്റ്റ്യൻസ്. ക്ലാസ് മുഴുവനായിട്ട് കണ്ടിട്ട് ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. PH പേപ്പറിൽ സോഡിയം ക്ലോറൈഡ് ലായനിയുടെ നിറം എന്താണ്? നിറമില്ല. PH പേപ്പറിൽ സോഡിയം ക്ലോറൈഡ് ലായനിയുടെ നിറം എന്താണ്? നിറമില്ല. ഇന്ത്യൻ ഭാഷാ സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുന്നതിനായി A14 ഭാരതിൽ നീലേക്കനി സെൻറ്റർ ആരംഭിച്ചത് ഏത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്? IIT മദ്രാസ്. ഇന്ത്യൻ ഭാഷാ സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുന്നതിനായി A14 ഭാരതിൽ നീലേക്കനി സെൻറ്റർ ആരംഭിച്ചത് ഏത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്? IIT മദ്രാസ്. ഒന്നാം ചലന സമവാക്യം എന്ത്? V = U + AT. ഒന്നാം ചലന സമവാക്യം V = U + AT. കേരളത്തിലെ വിളയിറക്ക് ആഘോഷം ഏതാണ്? വിഷു. കേരളത്തിലെ വിളയിറക്ക് ആഘോഷം വിഷു. സ്വർണം വെള്ളി ട്രേഡിംഗായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളിയൻ എക്സ്ചേഞ്ച് IIBX നിലവിൽ വന്നത് എവിടെ? ഗുജറാത്ത്. സ്വർണം വെള്ളി ട്രേഡിംഗായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളിയൻ എക്സ്ചേഞ്ച് IIBX നിലവിൽ വന്നത് ഗുജറാത്ത്. ഇന്ത്യയിൽ ആദായ നികുതി നിയമം പാസാക്കിയ വർഷം ഏതാണ്? 1961. ഇന്ത്യയിൽ ആദായ നികുതി നിയമം പാസാക്കിയ വർഷം 1961. രാജ്യമെന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ച വിപ്ലവം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവം. രാജ്യമെന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ച വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ആത്മകഥ ഏതാണ്? സർവീസ് സ്റ്റോറി. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ആത്മകഥ ഏതാണ്? സർവീസ് സ്റ്റോറി. ഡിജിറ്റൽ ലോക് അദാലത്ത് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? രാജസ്ഥാൻ. ഡിജിറ്റൽ ലോക് അദാലത്ത് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ. താഴെ പറയുന്നതിൽ സംസ്ഥാന യുവജന ബോർഡിൻ്റെ പ്രത്യേക ഉദ്യമം ഏതാണ്? അവളിടം ക്ലബ്ബ്. താഴെ പറയുന്നതിൽ സംസ്ഥാന യുവജന ബോർഡിൻ്റെ പ്രത്യേക ഉദ്യമം ഏതാണ്? അവളിടം ക്ലബ്ബ്. 2018 102 ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനാ പദവി ലഭിച്ചതിനു ശേഷം ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സണായി നിയമിതനായത് ആര്? ഭഗവാൻ ലാൽ സാനി. 2018 102 ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനാ പദവി ലഭിച്ചതിനു ശേഷം ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സണായി നിയമിതനായത് ആര്? ഭഗവാൻ ലാൽ സാനി. വേലകളി എന്ന ക്ഷേത്രകലയുമായി ബന്ധപ്പെട്ട പ്രധാന സ്ഥലം ഏതാണ്? അമ്പലപ്പുഴ. വേലകളി എന്ന ക്ഷേത്രകലയുമായി ബന്ധപ്പെട്ട പ്രധാന സ്ഥലം അമ്പലപ്പുഴ. മസ്തിഷ്കത്തിലെ നാഡികളിൽ അലേയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നത് മൂലം ന്യൂറോണുകൾ നശിക്കുന്ന രോഗം ഏതാണ്? അൾഷിമേഴ്സ്. മസ്തിഷ്കത്തിലെ നാഡികളിൽ അലേയമായ ഒരുതരം പ്രോട്ടീൻ മൂലം ന്യൂറോണുകൾ നശിക്കുന്ന രോഗം അൾഷിമേഴ്സ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷികളെ ആദരിച്ചുകൊണ്ട് സ്മാരകവും മ്യൂസിയവും നിലവിൽ വന്നത് എവിടെ? അംബാല. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷികളെ ആദരിച്ചുകൊണ്ട് സ്മാരകവും മ്യൂസിയവും നിലവിൽ വന്നത് അംബാല. കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്ന വർഷം? 1970. കേരള ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്ന വർഷം 1970.
ട്രാൻസ് ഹിമാലയം കിഴക്കൻ മലനിരകൾക്കിടയിൽ വടക്ക് പടിഞ്ഞാറ് തെക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ഹിമാലയം. ട്രാൻസ് ഹിമാലയം കിഴക്കൻ മലനിരകൾക്കിടയിൽ വടക്ക് പടിഞ്ഞാറ് തെക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ഹിമാലയം. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള അടൽ പെൻഷൻ യോജന നിലവിൽ വന്നത് എന്ന്? 2015. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള അടൽ പെൻഷൻ യോജന നിലവിൽ വന്നത് 2015. ഏത് ആസിഡും ബേസും ജലത്തിൽ ലയിക്കുമ്പോൾ അവ അയോണുകളായി വിഭജിക്കപ്പെടുന്നു എന്ന് പ്രസ്താവിച്ച സ്വീഡിഷ് ശാസ്ത്രജ്ഞൻ ആരാണ്? സ്വാൻഡെ അറീനിയസ്. ഏത് ആസിഡും ബേസും ജലത്തിൽ ലയിക്കുമ്പോൾ അവ അയോണുകളായി വിഭജിക്കപ്പെടുന്നു എന്ന് പ്രസ്താവിച്ച സ്വീഡിഷ് ശാസ്ത്രജ്ഞൻ സ്വാൻഡെ അറീനിയസ്. കഥക് നൃത്തം ഉത്ഭവിച്ചത് ഏത് സംസ്ഥാനത്ത് നിന്നുമാണ്? ഉത്തർപ്രദേശ്. കഥക് നൃത്തം ഉത്ഭവിച്ചത് ഏത് സംസ്ഥാനത്ത് നിന്നുമാണ്? ഉത്തർപ്രദേശ്. വിവിധ രാസാഗ്നികൾ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥികൾ ചുവടെ നൽകുന്നു. ശരിയായ ജോഡികൾ തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. കരൾ, ബൈൽ, പാൻക്രിയാസ്, അമിലേസ്, ഗാസ്ട്രിക് ഗ്രന്ഥി, പെപ്സിൻ, ഉമിനീർ ഗ്രന്ഥി, ടയലിൻ. 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച നവോത്ഥാന നായകൻ ആരാണ്? ജ്യോതി റാവു ഫുലെ. 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച നവോത്ഥാന നായകൻ ജ്യോതി റാവു ഫുലെ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി, ഇവയെല്ലാം ശരിയാണ്. ഒരു വസ്തുവിന്മേൽ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ്. ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറയും. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറയും. ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിൻ്റെ ഗുരുത്വാകർഷണ ബലം 0 ആയിരിക്കും. 2022 ഓഗസ്റ്റിൽ ഗൂഗിൾ ഡൂഡിൽ ആദരിച്ച ഇന്ത്യയുടെ വെതർ വുമൺ എന്നറിയപ്പെടുന്ന വനിത ആരാണ്? അന്ന മാണി. 2022 ഓഗസ്റ്റിൽ ഗൂഗിൾ ഡൂഡിൽ ആദരിച്ച ഇന്ത്യയുടെ വെതർ വുമൺ എന്നറിയപ്പെടുന്ന വനിത അന്ന മാണി. ഒരു സാന്താൾ ഗോത്ര ഗീതം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? രണജിത് ഗുഹ. ഒരു സാന്താൾ ഗോത്ര ഗീതം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് രണജിത് ഗുഹ. ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലമാണ് പാട്ടം. ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലമാണ് പാട്ടം. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. 2022 ഓഗസ്റ്റിൽ ഇന്ത്യയും മറ്റ് 16 രാജ്യങ്ങളും പങ്കെടുത്ത പിച്ച് ബ്ലാക്ക് 2022 എന്ന മൾട്ടിനാഷണൽ എയർ കോംബാറ്റ് അഭ്യാസം നടന്നത് ഏത് രാജ്യത്താണ്? ഓസ്ട്രേലിയ. 2022 ഓഗസ്റ്റിൽ ഇന്ത്യയും മറ്റ് 16 രാജ്യങ്ങളും പങ്കെടുത്ത പിച്ച് ബ്ലാക്ക് 2022 എന്ന മൾട്ടി നാഷണൽ എയർ കോംബാറ്റ് അഭ്യാസം നടന്നത് ഏതു രാജ്യത്താണ്? ഓസ്ട്രേലിയ. ചേരുംപടി ചേർക്കുകയാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ഏക ബേസിക് ആസിഡ് HCl, ദ്വിബേസിക് ആസിഡ് H2SO4, ട്രൈ ബേസിക് ആസിഡ് H3PO4. അടുത്തിടെ അന്തരിച്ച അച്യുതൻ കൂടല്ലൂർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചിത്രകാരൻ. അടുത്തിടെ അന്തരിച്ച അച്യുതൻ കൂടല്ലൂർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചിത്രകാരൻ. 2019 മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി പ്രകാരം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ യോഗ്യത എന്താണ്? മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ജഡ്ജി. 2019 മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി പ്രകാരം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെ യോഗ്യത
മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ജഡ്ജി. താഴെ കൊടുത്തിരിക്കുന്നതിൽ തദ്ധിതത്തിന് ഉദാഹരണമായി വരുന്ന പദം ഏത്? മണ്ടത്തം. താഴെ കൊടുത്തിരിക്കുന്നതിൽ തദ്ധിതത്തിന് ഉദാഹരണമായി വരുന്ന പദം മണ്ടത്തം. തന്നിരിക്കുന്ന ചിഹ്നത്തിൻ്റെ പേര് ഫിത്തിക. വികലമല്ലാത്ത പ്രയോഗം ഏതെന്ന് തിരിച്ചറിയുക. സമകാലികൻ. സമകാലികൻ. കോടിമുണ്ട്. ഇതിൽ അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം കണ്ടെത്തി എഴുതുക. കോടി അർത്ഥം പുതിയ. കോടിമുണ്ടിൽ കോടിയാണ് അടിവരയിട്ടിരിക്കുന്നത്, അർത്ഥം പുതിയ. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന രൂപമേത്? അവസാനിക്കുക. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം അവസാനിക്കുക. ഉമ്മാച്ചുവിലെ കഥാപാത്രമായി വരുന്നത് ആര്? മായൻ. ഉമ്മാച്ചുവിലെ കഥാപാത്രമാണ് മായൻ. ആശാമേനോൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ഏത് എഴുത്തുകാരനെയാണ്? കെ ശ്രീകുമാർ. ആശാമേനോൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് കെ ശ്രീകുമാർ. ചെമ്മനം ചാക്കോയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏത്? രാജപാത. ചെമ്മനം ചാക്കോയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി രാജപാത. വാഷ് ഡേർട്ടി ലിനൻ ഇൻ പബ്ലിക് എന്നതിൻ്റെ ഉചിതമായ മലയാള ശൈലി കണ്ടെത്തുക. വിഴുപ്പലക്കുക. വാഷ് ഡേർട്ടി ലിനൻ ഇൻ പബ്ലിക് എന്നതിൻ്റെ ഉചിതമായ മലയാള ശൈലി വിഴുപ്പലക്കുക. ക്ഷമാശീലം ഉള്ളവൻ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം തിദിശു. ക്ഷമാശീലം ഉള്ളവൻ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം തിദിശു. CRPCയിലെ 77-ാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാറന്റ് നടപ്പിലാക്കേണ്ട സ്ഥലം. CRPCയിലെ 77-ാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാറന്റ് നടപ്പിലാക്കേണ്ട സ്ഥലം. പോക്സോ ഭേദഗതി നിയമം ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? വീരേന്ദ്രകുമാർ. പോക്സോ ഭേദഗതി നിയമം ലോക്സഭയിൽ അവതരിപ്പിച്ചത് വീരേന്ദ്രകുമാർ. മൊഴി രേഖപ്പെടുത്തുന്നതിൻ്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പോക്സോ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 24. മൊഴി രേഖപ്പെടുത്തുന്നതിൻ്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പോക്സോ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 24. IT ആക്ട് 66C പ്രകാരമുള്ള ശിക്ഷ എത്രയാണ്? 3 വർഷം വരെ തടവും പിഴയും. IT ആക്ട് 66C പ്രകാരമുള്ള ശിക്ഷ 3 വർഷം വരെ തടവും പിഴയും. 2020 കേന്ദ്ര സർക്കാർ നിരവധി ചൈനീസ് ആപ്പുകൾ നിരോധിക്കുകയുണ്ടായി. IT ആക്ട് ഏത് സെക്ഷൻ പ്രകാരമാണ് ഇവ നിരോധിച്ചത്? സെക്ഷൻ 69A. 2020 കേന്ദ്ര സർക്കാർ നിരവധി ചൈനീസ് ആപ്പുകൾ നിരോധിക്കുകയുണ്ടായി. IT ആക്ട് ഏത് സെക്ഷൻ പ്രകാരമാണ് ഇവ നിരോധിച്ചത്? സെക്ഷൻ 69A. ലൈംഗിക പീഡനവും ലൈംഗിക പീഡനത്തിലുള്ള ശിക്ഷയും പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ 354A. ലൈംഗിക പീഡനവും ലൈംഗിക പീഡനത്തിലുള്ള ശിക്ഷയും പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ 354A. IPC സെക്ഷൻ 27 പ്രകാരമുള്ള ശിക്ഷ ഏതാണ്? 3 മാസം തടവും 500 രൂപ പിഴയും. IPC സെക്ഷൻ 27 പ്രകാരമുള്ള ശിക്ഷ 3 മാസം തടവും 500 രൂപ പിഴയും. NDPS ആക്ട് 4ാം തവണ ഭേദഗതി ചെയ്തത് ഏത് വർഷം? 2021. NDPS ആക്ട് 4ാം തവണ ഭേദഗതി ചെയ്തത് ഏത് വർഷം? 2021. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ രണ്ടാമത്തെ വനിത ആര്? സുഷമ സിംഗ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ രണ്ടാമത്തെ വനിത സുഷമ സിംഗ്. കർഷകർ കറുപ്പ് മോഷ്ടിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന NDPS ആക്ട് ഏതാണ്? സെക്ഷൻ 19.
കർഷകർ കറുപ്പ് മോഷ്ടിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന NDPS ആക്ട് സെക്ഷൻ 19. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോലീസിൻ്റെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ് കണ്ടിട്ട് ക്ലാസ് ഇഷ്ടപ്പെടുവാൻ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചുകൂടി ക്വസ്റ്റ്യൻ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.